ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് ഒരു കുറുമയാണ്. ഗ്രീൻ പീസ്, പിന്നെ സോയാബീൻ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് ഇതെല്ലാം വെച്ചിട്ടുള്ള ഒരു കുറുമയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ഒരു സൂപ്പർ കുറുമ. അതിന് ആദ്യം ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി ചതുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒരു പച്ചമുളക് ചെറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് വഴന്ന് വരണം. നല്ലോണം ഒന്ന് വഴന്ന് വരുന്നവരെ ഇത് വഴറ്റി കൊടുക്കണം. ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളിയാണ് ഇട്ട് കൊടുത്തത്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സിമ്മിലാക്കിയിട്ടാണ് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുത്തത്. ഈ പൊടികൾ പച്ച മണമൊന്ന് മാറി വരുന്നത് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഗ്രീൻ പീസ് ഫ്രോസൺ ചെയ്ത ഗ്രീൻ പീസ് മാളിൽ നിന്ന് വാങ്ങുന്നതാണ്. ഇതിന് 5 മിനിറ്റ് വേവേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഈ ഗ്രീൻ പീസ്. മാളിൽ ഫ്രീസറിലൊക്കെ വെച്ച് വരുന്ന ഗ്രീൻ പീസ് ഇല്ലേ, അത് ഈ ഫ്രോസൺ ചെയ്ത ഫ്രഷ് ഗ്രീൻ പീസ് അതാണ് കൊടുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. 5 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട്. ഇനി ഈ വെന്ത ഈ ഗ്രീൻ പീസും ഇതെല്ലാം കൂടി ഇത് ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചതാണ്. ക്യാരറ്റും സോയാബീനും ഉരുളക്കിഴങ്ങും കൂടി 2 വിസിൽ വരുമ്പോഴത്തേക്ക് തന്നെ വേവിച്ച് വെച്ചതാണ്. അതിലേക്ക് ഈ മസാലകൾ ഇട്ട് കൊടുക്കണം.
മഞ്ഞളും മാത്രമേ ഇതിലിട്ട് കൊടുത്തിട്ടുള്ളൂ. ലേശം മഞ്ഞൾ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് വേവിച്ച് വെച്ച ഇതാണ്. ഇനി ഇതിലേക്ക് ഒരു അരമുറി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അരമുറി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൂപ്പർ അരമുറി തേങ്ങാപ്പാലാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തത്. സൂപ്പർ കുറുമ, ഗ്രീൻ പീസ്, സോയാബീന്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് എല്ലാം ഉള്ള സൂപ്പർ കുറുമയാണ്. ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനിതിൽ ഉപ്പ് ഇത് വേവിക്കുമ്പോൾ ഇട്ടതിനെ കൊണ്ട് പാകത്തിന് ഉപ്പുണ്ട്. ഇത് ചപ്പാത്തിക്ക്, പുട്ടിന് എല്ലാത്തിനും കൂട്ടാൻ സൂപ്പർ കറിയാണ്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ വാങ്ങി വെച്ച് ഉപയോഗിക്കാം. ഇതെല്ലാം വെന്തിട്ടുണ്ട്. ഗ്രീൻ പീസ് ഇത് വഴറ്റുമ്പോൾ വെന്തിട്ടുണ്ട്. ബാക്കിയെല്ലാം വേവിച്ച സാധനങ്ങളാണ്. അതുകൊണ്ട് സൂപ്പർ കുറുമയാണ്. നിങ്ങൾക്ക് കൂടുതൽ കറി വേണമെങ്കിൽ കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതൊന്ന് തിളച്ച് വരുന്നവരെ എന്നാൽ പാകമായി. കറിവേപ്പില